ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാവുകയും മേഖലയിൽ ഒരു സമാധാന ശ്രമം പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നിൽക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ചുറപ്പിക്കുന്നത്. ഈ പ്രസ്താവന നിലവിലെ സംഘർഷത്തിന്റെ ഗതി, ഭാവിയിലെ സമാധാന സാധ്യതകൾ, ഇസ്രായേലിന്റെ ദീർഘകാല തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയാണ് നൽകുന്നത്. യുഎസിലെ 4 ദിവസത്തെ സന്ദർശനത്തിനും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷം മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം എന്നത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ തങ്ങളുടെ പ്രധാന ലക്ഷ്യം ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന ഈ നിലപാടിന് അടിവരയിടുന്നതാണ്. ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും ഗാസയിലെ ഹമാസിന്റെ സൈനികവും ഭരണവുമായ ശേഷിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്റെ സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യം പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്നും